നമസ്കാരം. മ്യാൻമർ തീരത്തോട് ചേർന്ന കിഴക്കൻ മധ്യ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. പശ്ചിമ ബംഗാൾ ഒഡീഷ തീരങ്ങളിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിച്ചുകൊണ്ട് മ്യാൻമർ ബംഗ്ലാദേശ് തീരത്തോട് ചേർന്ന് വടക്ക് പടിഞ്ഞാറോട്ട് നീങ്ങുമെന്നും പ്രതീക്ഷിക്കുന്നു. കടലിന് മുകളിലൂടെ ചുഴലിക്കാറ്റ് രൂപം കൊള്ളുവാനും അടുത്ത 3 ദിവസത്തേക്ക് ഒരു ഹോൾഡിംഗ് പാറ്റേൺ നിലനിർത്തുവാനും സാധ്യതയുണ്ട്. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ പ്രധാനമായും മ്യാൻമറിലും ബംഗ്ലാദേശിലും മാത്രമായി ഒതുങ്ങി നിൽക്കും. എന്നിരുന്നാലും മണിപ്പൂർ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിൽ ഭാഗികമായി പ്രഭാവം അനുഭവപ്പെടും. അടുത്ത 2-3 ദിവസങ്ങളിൽ ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇടയ്ക്കിടെ മഴയും ഇടിമിന്നലും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിലെ മധ്യകിഴക്കൻ മധ്യഭാഗങ്ങളിൽ ചുഴലിക്കാറ്റ് പ്രവാഹം തെക്കോട്ട് നീങ്ങുകയാണ്. അതേസമയം ദക്ഷിണ ചൈന കടലിൽ നിന്ന് വിയറ്റ്നാം, ലാവോസ്, കംബോഡിയ, തായ്ലാന്റ് എന്നിവിടങ്ങളിൽ മറ്റൊരു ന്യൂനമർദ്ദം പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ കൽമേഗി ചുഴലിക്കാറ്റ് ഫിലിപ്പീൻസ് കുറുകെ നീങ്ങുകയും അതിന്റെ മധ്യഭാഗങ്ങളെ നശിപ്പിക്കുകയും വടക്ക് പടിഞ്ഞാറ് നീങ്ങുവാൻ സാധ്യതയുണ്ട്. കാറ്റഗറി 3 തുല്യമായ ചുഴലിക്കാറ്റായി ശക്തി പ്രാപിക്കുകയും മണിക്കൂറിൽ ഏകദേശം 200 കിലോമീറ്റർ വേഗതയിൽ വീശി 2025 നവംബർ 6 രാത്രി വൈകി വിയറ്റ്നാമിൽ ആഞ്ഞടിക്കുകയും ചെയ്യും. പ്രധാന ഭൂപ്രദേശത്ത് പ്രവേശിച്ച് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ സംവിധാനം ദുർബലമാകും. ഒരു താഴ്ന്ന മർദ്ദമേഖല എന്ന നിലയിൽ നവംബർ 8 ബംഗാൾ ഉൾക്കടലിൽ പ്രവേശിക്കുവാനും മധ്യ ബംഗാൾ ഉൾക്കടലിൽ നിലനിൽക്കുന്ന ചുഴലിക്കാറ്റ് പ്രവാഹവുമായി ലയിക്കുവാനും സാധ്യതയുണ്ട്. ഒഡീഷ, പശ്ചിമ ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ് തുടങ്ങിയ കിഴക്കൻ സംസ്ഥാനങ്ങളിലെ കാലാവസ്ഥയെ സംയോജിത സംവിധാനം ബാധിക്കില്ലെന്ന് ഇപ്പോൾ വ്യക്തമാണ്. വടക്ക് കിഴക്കൻ മൺസൂണിന്റെ ഭാഗമായി നവംബർ 2 വാരത്തിൽ തെക്കൻ സംസ്ഥാനങ്ങൾ പുതിയ സീസൺ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെ അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്ന് രാത്രി 11:30 വരെ കേരളത്തിൽ തിരുവനന്തപുരം, അതായത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും, കൊല്ലത്ത് ആലപ്പാട്ട് മുതൽ ഇടവ വരെയും, കോഴിക്കോട് ചോമ്പാല മുതൽ രാമനാട്ടുകര വരെയും ജില്ലകളിൽ തീരങ്ങളിൽ 0.7 മുതൽ 1.0 മീറ്റർ വരെയും, കന്യാകുമാരി ജില്ലയിലെ നീരോടി മുതൽ ആരോഗ്യപുരം വരെ തീരങ്ങളിൽ 1.0 മുതൽ 1.1 മീറ്റർ വരെയും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കുക. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്ക് അടുപ്പിക്കുന്നതും. അതുകൊണ്ട് തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. ഇൻകോയിസ് മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണം. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യതയും ഒഴിവാക്കാം. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷയും ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. തീരശോഷണത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് പ്രത്യേക ജാഗ്രതയും പുലർത്തുക.